ഗുഡ് ഈവനിങ്, ഐ ആം ബാക്ക്. അപ്പോൾ ഇന്നലത്തെ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിന്, കുറച്ച് പേര് മാത്രം അതിന് ഉത്തരം അയച്ചു തന്നിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, ബാക്കിയുള്ളവർ ഇന്ന് അയക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വി ഹാഡ് 2 ക്യാരക്ടേഴ്സ്. ഇപ്പം നമ്മൾ 3 കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഹൊറെഗള്ളു അതെങ്ങനെ ജനങ്ങളെ സഹായിക്കുന്നു, ഗ്രാൻഡ് ഫാദർ എങ്ങനെ ജനങ്ങളെ സഹായിക്കുന്നു. ഇപ്പം നമുക്ക് മൂന്നാമതൊരു കഥാപാത്രം കൂടി ഉണ്ട്. ഹു ഇസ് ഇറ്റ്? രത്ന. ഇനി നമുക്ക് രത്ന എങ്ങനെയാണ് ജനങ്ങളെ സഹായിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ക്യാൻ വി മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്? ഓക്കെ, സി. But how can you solve the troubles of so many people? Do you always have an answer for them? How can you, ഇത്രയും ആൾക്കാരുടെ പ്രശ്നം, how can you solve the problem of so many people? There are many people in the office, you are hearing to many, you are listening to many people. How can you solve their problems? Do you have an answer for all these problems? ഇപ്പം നമുക്കിപ്പം എല്ലാത്തിനും ഒരു ഉത്തരം ഉണ്ടാവും. അപ്പം എന്നെല്ലാം ചോദിക്കും. അന്നേരം വാട്ട് ഈസ് രത്നാസ് ആൻസർ? നോ, ഐ ഓൺലി ലിസൺ. ഞാൻ ജസ്റ്റ് കേൾക്കുകയുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലം. I was young and incredulous at such a simplistic outlook. അത്രേ വേണ്ടു, അതോടുകൂടി പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുക. അപ്പോൾ ഇത് സുധാമൂർത്തി ഭയങ്കര ചെറുപ്പമായിരുന്നു. പിന്നെ ഇൻക്രെഡുലസ് മീൻസ് ഡൗട്ട്ഫുൾ, സംശയം. സിംപ്ലിസ്റ്റിക് ഔട്ട്ലുക്ക് പറഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കുന്നുള്ളത് അവർക്ക് ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ട് തോന്നി. ബട്ട് രത്ന ആൻസേർഡ് വിത്ത് ദ സെയിം അഫെക്ഷൻ ആൻഡ് പേഷ്യൻസ്. രത്ന ഭയങ്കര പേഷ്യൻസും അഫെക്ഷൻ. വാട്ട് ഡസ് ഇറ്റ് മീൻ? പേഷ്യൻസ് വളരെ ക്ഷമയോട് കൂടിയിട്ടും വളരെ സ്നേഹത്തോടു കൂടിയിട്ടും, പിന്നെ അവരതേ ആ കൊലീഗ്സിനോട് കാണിക്കുന്ന അതേ ക്ഷമയോട് കൂടിയിട്ടും അതേ സ്നേഹത്തോട് കൂടിയിട്ടും ഇവർക്ക് ആൻസർ കൊടുത്തു. എന്നാ പറയുന്നത്? ഐ എം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ ഓർ ആൻ ഇൻ്റലക്ച്വൽ. ഞാനൊരു ട്രെയിൻഡ് കൗൺസിലറൊന്നല്ല, ഞാനൊരു കൗൺസിലറല്ല, ഞാനൊരു ഇൻ്റലക്ച്വൽ അല്ല. ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവിയൊന്നല്ല. എല്ലാവരും പ്രശ്നങ്ങളൊന്നും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അവർ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം, യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. നിങ്ങളെ പ്രശ്നങ്ങൾ ആർക്കും പരിഹരിക്കാൻ പറ്റില്ല, നിങ്ങൾ തന്നെ അത് ചെയ്യണം. ഓക്കെ, ഇത്രയും വരെ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഒന്നും കൂടെ ഒരു എക്സ്പേർട്ട് റീഡിങ്. ഓക്കെ, നമുക്കെന്തായാലും ഞാൻ വായിക്കുമ്പോൾ എന്തായാലും അത്രയും പെർഫെക്ഷൻ വരുന്നില്ല. But how can you solve the troubles of so many people? Do you always have an answer for them? No, I only listen. And that is enough. That solves the problem. I was young and incredulous at such a simplistic outlook. But Ratna answered with the same patience and affection that she must have used with all my colleagues. I am not a trained counselor or an intellectual. No one can solve your problem. You have to do it yourself. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഡൗട്ട് എന്നാ? പിന്നെ സഹായിക്കുന്നു. ഹൗ ഡു യു ഹെൽപ്പ് ദം? ബൈ ലിസണിങ് ടു ദം. അപ്പോൾ പറഞ്ഞു, God has given me 2 ears to listen to others. I hear them out with sympathy and without any judgment. എനിക്ക് ദൈവം 2 ചെവി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് കേൾക്കുക? വിത്ത് സിമ്പത്തി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. ഞാൻ വളരെ സിമ്പത്തറ്റിക്കായിട്ട് കേൾക്കും. നിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെയും കൂടെ പ്രശ്നമാണ്, എനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു അനുകമ്പ വെച്ചിട്ട് ഞാനത് കേൾക്കും. പിന്നെ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ജഡ്ജ്മെൻ്റ് ഒന്നും നടത്തി അങ്ങനെ ചെയ്യായിരുന്നില്ലേ, എനിക്ക് ഇങ്ങനെ ചെയ്യായിരുന്നില്ലേ എന്നുള്ള രീതിയിൽ ഒരു തരത്തിലുള്ള ജഡ്ജ്മെൻറ്റും ഇല്ല, ഒരു തരത്തിലുള്ള അഭിപ്രായം പറച്ചിലും ഇല്ല. അപ്പോൾ ഇവരെന്നെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇടാ ഒരു ഇത് കണ്ടോ, വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ ഓർ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ finds an outlet for his worries, it relieves half his burden. നമ്മൾ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്കത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ പകുതി ഭാരം അങ്ങ് കുറയും. ശരിക്കും അങ്ങനെ തന്നെയാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന സമയത്ത്
ഇവൻ നമ്മളെ ബ്രെയിനും മൈൻഡും എല്ലാം കേൾക്കുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു സ്വയം ഒന്ന് തിരുത്തിയിട്ട് വേറെന്തെല്ലാം കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് തന്നെ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി പറ്റും, ഒരാളോട് അത് സംസാരിച്ച് ക്ലിയർ ചെയ്യുന്ന സമയത്ത്. ഇങ്ങനെ പറയുന്നത് പല ആത്മഹത്യകളും അവർക്ക് കേൾക്കാൻ അവരെ മനസ്സിലാക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നു. ഇതൊന്നും പറയാൻ പറ്റാത്ത ഒരു മനുഷ്യന്മാർക്ക് പിന്നെ തെറ്റ് സംഭവിക്കാത്തതായിട്ടൊന്നും ആരുമില്ല. അപ്പോൾ നമ്മളെ തെറ്റ് മനസ്സിലാക്കി തിരുത്തുന്നിടത്താണ് നമ്മളെ വിജയം. ഓക്കെ, അപ്പോൾ നമ്മളെ സ്കൂളിൽ ഇപ്പം നമ്മൾ ഈ സൗഹൃദ ക്ലബ്ബെല്ലാം ശരിക്കും അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഇത്. ഓക്കെ, എനിവേ പിന്നെ കൂടുതൽ പറയുന്നില്ല. I thought for some time and said, "But don't you ever break the confidence and tell others the secrets you hear, even by mistake?" അപ്പോൾ ചോദിക്കും, നെക്സ്റ്റ് ചോദിച്ചൊരു ഡൗട്ടാണ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന രഹസ്യങ്ങളില്ലേ ആരോടെങ്കിലും അറിയാണ്ട് പറഞ്ഞു പോകില്ലേ? ചിലപ്പം അറിയാണ്ട് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു പോകില്ലേ ചോദിച്ചു. ഈ കോൺഫിഡൻസ് ബ്രേക്ക് ചെയ്യൂലേ? നിങ്ങളെപ്പോൾ ഈ രഹസ്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുമോ ചോദിച്ചു. അന്നേരം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നോട്ട് ഈവൻ ഇൻ മൈ ഡ്രീംസ്, എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ഈ രഹസ്യങ്ങൾ വേറൊരാളോട് പറയില്ല. അതാണ് ഒരു നല്ലൊരു ഫ്രണ്ടിൻ്റെ നല്ലൊരു നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരാളെ ഏറ്റവും വലിയ ലക്ഷണം അതാണ്. അവർ നമ്മളെ രഹസ്യങ്ങളായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കും. അതെല്ലാവർക്കും പറ്റുന്നൊരു കഴിവല്ല കേട്ടോ. നമ്മൾ വിചാരിക്കും ഇതെല്ലാം എന്നാന്നിപ്പോൾ ഇരുന്ന് കേൾക്കൽ ഭയങ്കര സംഭവമാണെന്നെല്ലാം വിചാരിക്കും, നമുക്കും ആവുമല്ലോ വിചാരിക്കും, ഞാനും കേൾക്കുന്നുണ്ടല്ലോ വിചാരിക്കും. പക്ഷെ അല്ല, കേൾവിക്കാരനാവുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. എനക്കൊന്നും ആവയില്ല, സത്യം പറയാലോ. ഞാൻ എത്രയോ കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം കുറേശ്ശെ അത് മാറി മാറി വരുന്നുണ്ട്. ബട്ട് ഞാൻ ശരിക്കും ലിസൺ ചെയ്യുന്ന ഒരാളെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ട്രൈ ടു ബി എ ഗുഡ് ലിസണർ. നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കൂടുതൽ കേൾക്കാൻ നമുക്ക് അവസരങ്ങളുണ്ടെങ്കിൽ കേട്ടിരിക്കുക കേട്ടോ. ഓക്കെ, എനിവേ ഇവർ പറയുന്ന പിന്നെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊരിക്കലും രഹസ്യം വേറൊരാളോട് പറയാൻ പാടില്ല, പ്രത്യേകിച്ചിട്ട് നമ്മളോട് വളരെ കോൺഫിഡൻഷ്യലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, അത് പിന്നെ സുധാമൂർത്തി പറയുന്നെന്നാ, ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ ഗ്രേറ്റർ സിൻ ദാൻ ബിട്രേയിങ് സം വൺസ് കോൺഫിഡൻസ്. നമ്മളൊരാളെ കോൺഫിഡൻസ് നമ്മളോട് പറഞ്ഞൊരു ബിട്രേയിങ് മീൻസ് വാട്ട്, ചീറ്റിങ്. കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മളോട് പറഞ്ഞൊരു കാര്യം നമ്മൾ പിന്നെ അവരെ ചതിക്കുന്നതിന് തുല്യമല്ലേ വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ. They tell me their worries because they know I will never talk about it or gossip about it to another person. അവരെന്തുകൊണ്ടാണ് അതെന്നോട് പറയുന്നത്? why are these people sharing their problems to Ratna? Because they are very sure that Ratna is not going to share this. Ratna ഇത് വേറൊരാളോട് പറയൂല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. Only when they know their words are secure with me can they talk to me freely. This way I relieve their burden for a short while till they are ready to pick themselves up and carry on with their journey. ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. കുറേ ഗള്ളൂലും അങ്ങനെ തന്നെയല്ലേ ട്രാവലേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ സമയം അവരെ ഭാരാടെ ഇറക്കി വെച്ചിട്ട് പിന്നീടുള്ള യാത്രക്ക് അവരെ ഒരു ശക്തി സ്വരൂപിക്കുന്ന ഉണ്ടായിന്. അതേപോലെ തന്നെ രത്ന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരവരെ സങ്കടങ്ങൾ കുറച്ച് സമയം എൻ്റെ അടുത്തേക്ക് വെക്കും, എൻ്റെ അടുത്ത് പറയും. പിന്നീട് അവരെന്നെ അതെല്ലാം തിരിച്ചെടുത്ത് കൂടുതൽ ഉഷാറോട് കൂടിയിട്ട് കൂടുതൽ കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് നീങ്ങും. അതാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഷാൽ വി ലിസൺ ടു ഇറ്റ്? ഒന്ന് കേട്ടാലോ? വേണോ? കേൾക്കാം. Avenue to do it yourself. Then how do you help them? By listening to them. God has given me 2 years to listen to others. I hear them out with sympathy and without any judgment. When a person in trouble or under a lot of strain finds an outlet for his worries, it relieves half his burden. I thought for some time and said, "But don't you ever break the confidence and tell others the secrets you hear, even by mistake?"
Not even in my dreams. I consider that to be the worst kind of betrayal. I don't think there is a greater sin than betraying someone's confidence. They tell me their worries because they know I will never talk about it or gossip about it to another person. Only when they know their words are secure with me can they talk to me freely. This way I relieve their burden for a short while till they are ready to pick themselves up and carry on with their journey. Her words uncannily echoed my grandfather. Her words uncannily echoed my grandfather's, sitting on the stone bench under the banyan tree. Perhaps, in their own small ways, without access to great wealth, both these people were doing tremendous social service. No one thought of acknowledging their work or rewarding them for it, but they continued to do so, as these acts of kindness gave them joy. If ever now I happen to pass a Horegalu in a village, I remember them and wish there were many more of them in this world. സോ ഹർ വേർഡ്സ് അൺകാൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേറെ ഒരു ഇതിലേക്കും ഡൗട്ടും ഉണ്ടായിട്ടില്ല. ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്ടിലേക്ക് തന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ വേർഡ്സിലേക്ക് തന്നെ എത്തി, ഓർമ്മിപ്പിച്ചു. ഗ്രാൻഡ് ഫാദർ സിറ്റിംഗ് ഓൺ ദ സ്റ്റോൺ ബെഞ്ച്, ഹി വാസ് ഓൾസോ ലിസണിങ് ടു ദ worries shared by those farmers. So they were doing, they did not have any access to wealth എന്ന് പറഞ്ഞാൽ they did not expect anything. അവർ ഇനി ഫീസോ അതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലേ, ഒന്നുമില്ല. അതിനാരും അതൊരു സർവീസായിട്ട് കാണുകയും കൂടെ പോലുമില്ല, ഒന്നുമില്ല. അതൊരു സർവീസായിട്ടോ അതൊരു ഭയങ്കര സംഭവമായിട്ടോ ഒന്നും പ്രതീക്ഷിക്കാണ്ട് അവർ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ അവരവരുടേതായ രീതിയിൽ സോഷ്യൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, പിന്നെ അതെന്തുകൊണ്ടാണ് അവർ ചെയ്തതിന്? ബിക്കോസ് അത് അവർക്കൊരു സന്തോഷം കൊടുക്കുന്നുണ്ടായിരുന്നു, അവർക്ക് അതിന് വലിയ പ്രശ്നവുമില്ല. പിന്നെ ഇവർ പറയുന്നത് whenever she passed through a village, whenever she saw a Horegalu, she remembered this Sudha, means Ratna and grandfather, and she wished that there were more people like them. അവരെ പോലെ കുറേ ആൾക്കാർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിഷ് ചെയ്തു. Okay, I hope you understood this chapter. Okay, we can have a discussion in the next class.